റോഡുകളിൽ ഉണ്ടാകുന്ന ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി സ്ഥാപിച്ച AI ക്യാമറകൾ ചെറുതായെങ്കിലും ജനങ്ങളെ പോലീസിനെ വലയ്ക്കാറുണ്ടല്ലേ. ബൈക്ക് ഓടിച്ചു പോയ ആൾക്ക് കാറിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെന്ന പേരിൽ പെറ്റ് ലഭിക്കുന്നു. കാർ ഓടിച്ചു പോയ ആൾക്ക് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചില്ലെന്ന പേരിൽ പെറ്റ് ലഭിക്കുന്നു. ഇങ്ങനെ പോകുന്നു AI ക്യാമറകളുടെ ചില കുസൃതികൾ. ഇപ്പോഴിതാ ഇല്ലാത്ത ബൈക്കിന്റെ പേരിൽ AI ക്യാമറ വഴി ഒരു യുവാവിന്റെ വീട്ടിലെത്തിയത് ഒന്നിലധികം പെറ്റി കേസിന്റെ നോട്ടീസുകളാണ്. കഴിഞ്ഞ മാസം മുതലാണ് പത്തനംതിട്ട വലഞ്ചുഴി തരകൻപുരയിടത്തിൽ ആസിഫ് അബൂബക്കറിന് ഇല്ലാത്ത ബൈക്കിന്റെ പേരിൽ AI ക്യാമറ വഴി പെറ്റി കേസ് വന്നു തുടങ്ങുന്നത്. KL 03 1397 ബൈക്കിൽ 2 പേർ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ചിത്രം ഉൾപ്പെടെ അയച്ചുകൊണ്ടാണ് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിഴ ഒടുക്കണമെന്ന ഉള്ളടക്കത്തോടെ നോട്ടീസ് വന്നത്. പിന്നീട് അബൂബക്കറിൻ്റെതല്ലാത്ത ഈ ബൈക്കിന്റെ പേരിൽ 5 പെറ്റി കേസുകൾ കൂടി പുറകെ വന്നതോടെയാണ് യുവാവ് സംഭവം അന്വേഷിച്ചിറങ്ങുന്നത്. അന്വേഷണം ചെന്നെത്തിയതോ വീണ്ടും വലിയ ട്വിസ്റ്റിലേക്ക്. ആസിഫ് പത്തനംതിട്ട RTOയെ സമീപിച്ചതോടെ 2010 പത്തനംതിട്ട RTOയിൽ ആസിഫിന്റെ പേരിൽ ഒരു ബൈക്ക് രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ താൻ ഇങ്ങനെ ഒരു ബൈക്ക് വാങ്ങിയിട്ടില്ലെന്നും ആ സമയത്ത് താൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നുവെന്നും ആസിഫ് അറിയിച്ചു. ഇതോടെ യുവാവ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിലും പത്തനംതിട്ട RTOയിലും പരാതി നൽകുകയായിരുന്നു. ഇതിനിടെ അടൂർ ഭാഗത്ത് ഈ നമ്പറിലുള്ള ബൈക്കുണ്ടെന്ന ആസിഫിന് വിവരം കിട്ടിയതോടെ ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയും പോലീസ് ബൈക്ക് ഉപയോഗിക്കുന്നവരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ലെന്നാണ് നിലവിൽ വാഹനം ഉപയോഗിക്കുന്നവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. 6 വർഷം മുമ്പ് ഒരു സുഹൃത്തിന്റെ പക്കൽ നിന്ന് 7000 രൂപയ്ക്കാണ് വാങ്ങിയതാണ് ഈ ബൈക്ക്. സുഹൃത്ത് വാങ്ങിയതും മറ്റൊരാളിൽ നിന്നാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പലതവണ കൈമാറിയ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം ഒരിക്കൽ പോലും മാറ്റിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും പലതവണ കൈമാറിയ ഈ വാഹനത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതിയെ പിടിക്കുവാനുള്ള ഊർജിത ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്.